മാറടാ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരിത. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, എൻ്റർടൈനിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ലിപ്സ്റ്റിക് വാച്ച് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ലാക്മേയുടെ മ്യാവ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതെനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം സൂം ആവത്തില്ല. അപ്പം ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ലാക്മേയുടെ മ്യാവ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതെനിക്കിങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തില്ല, ആ ഷെയ്ഡ് തന്നെയാണ്, സൂം ആവത്തില്ല. അപ്പം ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ലാക്മേയുടെ ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും ഡ്രൈ ആക്കത്തില്ല, നമുക്ക് ഇട്ടൊരു ഫീലേ കാണത്തില്ല. അപ്പം ലാക്മേയുടെ വേറൊരു ഷെയ്ഡുണ്ട്, ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ട്, ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. അപ്പം അത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ലിപ്സ്റ്റിക് എങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ബോട്ടിലുണ്ട്, പക്ഷെ തീർന്നിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മേക്കപ്പോ ഫിൽറ്ററോ ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ്. ഒരു 2 സ്ട്രോക്ക് ആപ്ലിക്കേഷനാണിത്. 3-4 തവണയൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ നല്ല കളർ. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ കോക്ക മോക്ക എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര ഡ്രൈയിങ് ആണ്. നമ്മുടെ ചുണ്ടിലിട്ടാൽ ഭയങ്കര ഡ്രൈയിങ് ആണ്. 2 ചുണ്ടും കൊണ്ട് നമ്മളിങ്ങനെ ആക്കി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല ഷെയ്ഡാണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് എന്നെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ലപോലെ കിടക്കും. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. അപ്പം നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മേബ്ലിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ കുറച്ചധികം തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ഷെയ്ഡാണ്, പക്ഷേ ഭയങ്കര ഡ്രൈയിങ് ആണ്. നേരത്തെ പറഞ്ഞ പ്ലം ലിപ്സ്റ്റിക്കിനെ കാട്ടിയിട്ട് കുറച്ചുകൂടെ ഡ്രൈയിങ് ആണിത്, പക്ഷെ നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, പക്ഷെ കുറച്ച് ഡ്രൈയിങ് ആണ്. ലിപ് ബാം ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൂടെയാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, അത്ര ഡ്രൈയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. അപ്പോൾ വേറൊരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 99 റുപ്പീസിനാണ് ഞാൻ മേടിച്ച സമയത്ത് ഇതിൻ്റെ പ്രൈസ്. കുറേ നാളായി മേടിച്ചിട്ട്, ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് കൂടിക്കാണ്, പക്ഷെ എന്തായാലും 200 ബിലോ ആണ്. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. കോഫി കമാൻഡ് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഭയങ്കര ബോൾഡ് ഷെയ്ഡാണ്. ക്യാമറയിൽ നോക്കി ഇടുന്നത് ടഫാണ്. കണ്ടില്ലേ, ഭയങ്കര ബോൾഡ് ഷെയ്ഡാണ്. ഒരു എന്താ പറയുക, കുറച്ച് ഓറഞ്ചിഷ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ബ്രൗൺ ആണ്. റെഡിഷ് ബ്രൗൺ ആണ്, ഓറഞ്ച് ഷെയ്ഡ്, സോറി, റെഡിഷ് ബ്രൗൺ. നല്ല ഷെയ്ഡാണ്. ഇതും കുറച്ച് ഡ്രൈയിങ് ആണ് ഗൈസ്. ഞാൻ ഇന്ന് കാണിച്ചതിൽ നമുക്ക് ഒട്ടും ഡ്രൈയിങ് അല്ല, നമുക്ക് ഇട്ടതേ ഫീൽ ആവാത്തൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആദ്യം കാണിച്ച ലാക്മേയുടെ മ്യാവ് പാർട്ടി. ലാക്മേയുടെ എല്ലാ ഷെയ്ഡും, ആ ലാക്മേ ഫോറെവർ റേഞ്ചിൽ വരുന്ന എല്ലാ ലിപ്സ്റ്റിക്കും ഡ്രൈയിങ് അല്ല, ഭയങ്കര നല്ല ഫോർമുലയാണ്, എല്ലാം നല്ല ഷെയ്ഡുമാണ്. അപ്പം ഞാൻ ആ ലാക്മേയുടെ ലിപ്സ്റ്റിക്കിൻ്റെ മ്യാവ് പാർട്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, ന്യൂഡ് ടിസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, ന്യൂഡ് ഡ്രീം ട്രൈ ചെയ്തിട്ടുണ്ട്. ന്യൂഡ് ടിസ്റ്റ് എൻ്റെ ഷെയ്ഡല്ല, എന്നെ വാഷ് ഔട്ടാക്കി കാണിക്കും. അത് കുറെ കൂടെ നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല ഷെയ്ഡായിരിക്കും. ന്യൂഡ് ഡ്രീം എന്ന് പറയുന്നത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്. ഇത്
മ്യാവ് പാർട്ടിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കാം. ഇപ്പം തന്നെ ചുണ്ടൊരു പരുവായിട്ടുണ്ട് ഗൈസ്. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാഴ്സിന്റെ സൂപ്പർ സ്റ്റേ ഡിസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാവേ. എന്തായാലും സൂം ആവത്തില്ല. ഡിസ്റ്റിനി ഷെയ്ഡ് നമ്പർ 13 ആണ്, 13. ഇത് ഭയങ്കര ഒരു റെഡിഷ് ആണ്. റെഡിഷ് എന്നല്ല, റെഡാണ്. കണ്ടില്ലേ? ഞാനിതങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഈ ലിപ്സ്റ്റിക്കിന്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ, പക്ഷേ സൂപ്പർ സ്റ്റേ എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റേ ആണ്, എത്രയെങ്കിലും മണിക്കൂർ നിൽക്കും. പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ ഇളകി ഇളകി വരും. പുറമേ അത് കിടക്കും, അകത്തുനിന്ന് ഇളകി ഇളകി വരും. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. സൂപ്പർ സ്റ്റേ ആണ്, അത്ര ഡ്രൈയിങ് അല്ല. നേരത്തെ പ്ലമ്മിന്റെ ലിപ്സ്റ്റിക്ക് പോലും മേബിലിൻ ലിപ്സ്റ്റിക്ക് പോലും അത്ര ഡ്രൈയിങ് ഒന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നം അകത്തുനിന്ന് ഇങ്ങനെ ഇളകി ഇളകി വരും. നല്ല ലിപ്സ്റ്റിക്കാണ് ഇത്. 300 ബിലോയാണ്. ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് 300 ബിലോയാണ്. എനിക്ക് തോന്നുന്നു മാൾസ് അവർക്ക് ഒരുപാട് അഫോർഡബിൾ റേഞ്ചിൽ, അഫോർഡബിൾ ഒരുപാടെന്നല്ല, എല്ലാ അഫോർഡബിൾ റേഞ്ചിലാണ് നല്ല നല്ല ലിപ്സ്റ്റിക് ഉണ്ട്. നേരത്തെ കാണിച്ച മാൾസിന്റെ ഡിസ്റ്റിനി എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡും ലാക്മേയുടെ മ്യാവ് പാർട്ടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടതാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഷെയ്ഡ് നല്ലതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന 5 അഫോർഡബിൾ ലിപ്സ്റ്റിക് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.